ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. പ്രൊഫഷണലായി കൂട്ടുകാരൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസിനെ മാറ്റുവാൻ സാധിക്കും. നമുക്ക് ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക്, കടപ്പുറത്തേക്ക്, പൂക്കളുള്ള സ്ഥലത്തേക്ക്, അങ്ങനെ ഒട്ടനവധി പേപ്പർ ന്യൂസിലേക്ക്, അങ്ങനെ ഒരുപാട് പ്രത്യേകത അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ലിങ്ക് ഈ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി എങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതി വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂട്ടുകാരുടെ മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ ഫോട്ടോ എന്നും ക്യാമറ എന്നും ക്രിയേഷൻ എന്നും കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതല്ല, നിങ്ങൾ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്യാമറ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ക്യാമറയിൽ ഇതിന് മുമ്പ് എടുത്ത ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറിയിൽ നിന്ന് നമുക്ക് ക്യാമറയിൽ എടുത്ത ഈ ഒരു ഫോട്ടോ, ഈ കാണുന്ന ഈ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഒരുപാട് നല്ലൊരു പാടം, നല്ലൊരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോയെ ഞാനും എൻ്റെ ഭാര്യയും മാത്രം കട്ട് ചെയ്ത് എങ്ങനെ എടുക്കാൻ നോക്കാം. ജസ്റ്റ് അതിന് മേലെ ടാപ്പ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് സൂം ചെയ്യാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതുപോലെ സൂം ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ സൂം ചെയ്യാം. സൂം ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ആരോ മാർക്കിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പരസ്യം വരും, അത് ഒഴിവാക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത ആ ഫോട്ടോ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിനുള്ളിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. അതിന് നമുക്കിവിടെ കളറുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കളറുകൾ ഇതുപോലെ ആഡ് ചെയ്യാം. ഇത് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇഷ്ടമുള്ളതിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാൻ സാധിക്കും. ഒരുപാട് മോഡലുകളുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ കളർ കോംബോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡലുള്ള കളർ കോംബോകൾ കാണാൻ സാധിക്കും. ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ക്രിയേറ്റിവിറ്റി, ഇനി ഇതിലേക്കാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇവിടേക്ക് ജസ്റ്റ് കൈ വിരൽ കൊണ്ട് സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു മോഡലാണ് വേണ്ടതെങ്കിൽ ഈ മോഡലിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു മോഡലാണ് വേണ്ടതെങ്കിൽ ഈ മോഡലിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പെർഫെക്ഷനാണ്. ഇനി ഇതിലേക്കാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഉണ്ടോ? ഞാൻ തമ്പനയിൽ വെച്ചത് ഈ കാണുന്നതായിരുന്നു. ഇത് എനിക്കൊന്നും കൂടി അട്രാക്റ്റീവായി തോന്നിയത് ഈ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ തമ്പനയിൽ ഉപയോഗിക്കാനുള്ള കാരണം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് ആക്കാൻ സാധിക്കും. താഴെ കാണുന്ന ട്രിപ്പ്, ഇതിൽ വേറെ ഒരുപാട് മോഡലുകളുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു ഫോട്ടോ ഫ്രെയിമിനുള്ളിലേക്ക് ഇതുപോലെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു സാധനത്തിനുള്ളിലേക്ക്, അതായത് ഈ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. ഉണ്ടോ? ഒരുപാട് മോഡലുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഫ്രെയിമുണ്ട്, ഇഷ്ടമുള്ള രീതിയിലുള്ള ഫ്രെയിമുകളുണ്ട്. ഈ ഫ്രെയിമിനുള്ളിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഫ്രെയിമിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇപ്പോൾ വാണ്ടഡ് എന്നുള്ള രീതിയിൽ. നമുക്ക് ആരെങ്കിലും കൂട്ടുകാരനൊക്കെ ഇതുപോലെ പറ്റിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ പറ്റിക്കാൻ സാധിക്കും. ഇനി റെയിൻബോൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ റെയിൻബോൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. ഒരുപാട് ആളുകൾ ഫോട്ടോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഗ്രീറ്റിങ്സ്, നമുക്ക് എന്തെങ്കിലും ഗ്രീറ്റിങ്സോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം. ഗിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. മാഗസിൻസിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ മാഗസിൻസിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. ഉണ്ടോ? ഏത് രീതിയിൽ നമുക്ക് ഫോട്ടോ ഇതുപോലെ ഓക്കെ, ആകാശങ്ങളെ വെച്ചുകൊണ്ടുള്ളതാണ്, നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അതിന് ന്യൂസ് പേപ്പറുകൾ, റെക്കോർഡിങ്സ്, ഏത് രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇതൊരു അടിപൊളിയായി തോന്നുന്നു. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഇതിലേക്കാണ് ആഡ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് മോഡലുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീരുന്നില്ല അത്രയും മോഡലുകളുണ്ട്. ഇനി വിൻഡോസ് മോഡലാണെങ്കിൽ അതുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തതിന് ശേഷം ഞാൻ തൽക്കാലം എനിക്ക് ഇഷ്ടമുള്ള ഒന്ന് ചെയ്യാം. ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് ഇത് ഞാൻ സെലക്ട് ചെയ്തു. അതാണ് എനിക്കൊന്നും കൂടി ഒരു വൃത്തിയായി തോന്നിയത്. അതുകൊണ്ടാണ് ഇത് എടുക്കാനുള്ള കാരണം കേട്ടോ. ഇനി നമ്മളിവിടെ ആരോ മാർക്കിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പരസ്യം ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒരു 5 സെക്കൻഡേ ബസ് ഉണ്ടാവുള്ളൂ. ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ. അതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ക്രോപ്പ് ചെയ്യാനോ ഫിൽറ്റർ ചെയ്യാനോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളതിൽ വെളിച്ചം കൂട്ടുവാനും കുറക്കുവാനൊക്കെ ഉള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിന് നമ്മുടെ ഫിറോസ് ഇവിടെ ഉള്ളത് ആദ്യം മായ്ച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ ചേർക്കാം. കളറുകളൊക്കെ താഴെ ഉണ്ട്, ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ആഡ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ശേഷം ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ആ ഫോട്ടോ അവിടെ എത്തിക്കഴിഞ്ഞു, ആ ടെക്സ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞു. ടെക്സ്റ്റിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റുവാൻ സാധിക്കും. ഓക്കെ, എത്ര ടെക്സ്റ്റും ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കും. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഈ ഒരു ആരോ മാർക്കിന് മേലെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈലിലേക്ക് സേവ് ആവുന്നതാണ് ഓട്ടോമാറ്റിക്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.